ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസ് കാലം സമ്മാനങ്ങളുടെ ഒരു കാലം കൂടിയാണ്. നമ്മൾക്ക് കുറേയധികം പേര് സമ്മാനങ്ങൾ നൽകുന്നു, നമ്മളും സമ്മാനങ്ങൾ കൊടുക്കുന്നു. കുറച്ച് വർഷമായിട്ട് ഇങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നു, ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിനു മുമ്പൊക്കെ സമ്മാനം ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ക്രിസ്മസ് വരാനായിട്ട് കാത്തിരിക്കും. കാരണം ആ ക്രിസ്മസ് കാലത്തിൽ സമ്മാനമായിട്ട് പുതിയ ഉടുപ്പുകൾ വീട്ടിൽ നിന്ന് വാങ്ങിത്തരും. അപ്പോഴെപ്പോഴും ക്രിസ്മസ് ഈ സമ്മാനവുമായിട്ട് ചേർത്താണ് നമ്മൾ വായിച്ചിരുന്നത്. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ വചനത്തിൽ വായിക്കുന്നു, ഈ പൂജരാജാക്കന്മാരെ കർത്താവിന് കൊണ്ടുവന്ന് സമ്മാനങ്ങൾ കൊടുക്കുന്നതും അവനോട് ആദരവർപ്പിക്കുന്നതും എന്തൊരു ഭാഗ്യമാണല്ലേ. കർത്താവിനെ കണ്ട് ഒരു സമ്മാനം കർത്താവിന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് നമ്മളും ആഗ്രഹിച്ചൊക്കെ പോകും. കാരണം ദൈവം ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ, ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമാണ് ക്രിസ്തു. അതേക്കാൾ വലിയ സമ്മാനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനില്ല. അങ്ങനെ ദൈവം തന്നെ സമ്മാനമായിട്ട് നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾക്കും അവന് സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ദൈവത്തിന് നമുക്കതിന് സമ്മാനം കൊടുക്കാനായിട്ട് കഴിയുമോ? കഴിയും. ക്രിസ്തു പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് നമ്മൾ ക്രിസ്തുവിനെ പ്രതി സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അത് ക്രിസ്തുവിലേക്കാണ് ആത്യന്തികമായിട്ട് എത്തിച്ചേരുന്നത്. എന്ത് സമ്മാനമാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് എന്ന ചിന്തയുണ്ടാകും. ഭൗതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുക്കാം. പക്ഷേ ഭൗതികമായിട്ടുള്ള എല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുമ്പോഴും അവർക്ക് സ്നേഹിക്കപ്പെട്ടില്ല എന്നുള്ള ചിന്ത ഉണ്ടാകും. അപ്പോൾ അവർ സ്നേഹിക്കപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന സമ്മാനങ്ങൾ, അത് നമ്മുടെ സ്നേഹപൂർവ്വമുള്ള, അവരെ വിലമതിക്കുന്ന വാക്കുകളാവാം. അവരുടെ വേദനകളിൽ അവരെ ഒന്ന് കേൾക്കുന്നതാവാം. ചിലരാഗ്രഹിക്കുന്നത് അവരോട് കുറച്ച് സമയം അവരുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നവർ ചിലവഴിച്ചെങ്കിലെന്നാണ്. ഇങ്ങനെ നിരവധി സമ്മാനങ്ങൾ, അത് ഭൗതികമാവാം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന സമ്മാനങ്ങൾ. ഈ ക്രിസ്മസ് കാലം ബോധപൂർവം എൻ്റെ ചുറ്റുപാടുമായിരിക്കുന്നവർക്ക് ഞാൻ എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടത്? എന്തു കൊടുത്താലാണ് അവർക്ക് സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ധാരണയും തോന്നലും ബോധ്യവുമൊക്കെ ഉണ്ടാകുന്നത്? അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വം ഉണ്ടാകട്ടെ.